അയ്യുഹൽ മുസ്ലിമൂൻ ഊസീകും വനഫ്സീ ബിതഖ്വല്ലാഹ് ഫഫീഹൽ ഔനു വന്നുസ്റാ വന്നജാഹു വന്നജാതു വൽഫലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഗതിവിഗതികളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ജീവിത അവസ്ഥകളെ പല വിധത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ രാപ്പകലുകളിൽ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥകളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയത്. നമ്മുടെ കിണറുകളിൽ, പുഴകളിലെല്ലാം വെള്ളം വറ്റി അതിൻ്റെ പ്രയാസം വേണ്ടോളം അനുഭവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അൽഹംദുലില്ലാഹ്, ഇക്കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുള്ള ചെറിയ ചെറിയ മഴകൾ കാരണം കഠിനമായ ചൂടിനെ ശമിപ്പിക്കാനും വറ്റി വരണ്ട് കിടന്ന കിണറുകളെ വെള്ളത്തിൻ്റെ അംശത്തിന് കാരണമാക്കാനും സാധ്യമായിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. സഹോദരങ്ങളെ, ഇതുപോലെയാണ് മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ അനുഗ്രഹങ്ങളിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷണം നന്നായി കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് മൂക്കിലൂടെ തൊണ്ടയിൽ ഹോൾസ് ഇട്ട് അതൊരു ട്യൂബിലൂടെ ആ ഭക്ഷണം ഇറക്കുന്ന വല്ലാത്ത പരിചിതമായ ഒരവസ്ഥയിലൂടെ എത്തിപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നല്ല സാമ്പത്തിക ശേഷിയിലുണ്ടായിരുന്ന ആളുകൾ, നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നവർ, ദുന്യവയായ ജീവിതത്തിൽ സൗഭാഗ്യവും സന്തോഷവും മാധുര്യത്തോടെ അനുഭവിച്ചിരുന്നവർ, അതെല്ലാം നഷ്ടപ്പെട്ട് പ്രയാസത്തിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ വേദനകളിൽ അലിഞ്ഞു ചേർന്ന ആളുകളെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള മരണമാകുന്ന യാഥാർത്ഥ്യം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പായി വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ആ മരണത്തിന് മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏതൊക്കെ വിധത്തിൽ ആരാധനകൾ കൊണ്ട്, അമലുസ്വാലിഹാത്തുകൾ പ്രവർത്തിച്ചുകൊണ്ട്, ദിക്ർ, ദുആ, സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, സ്വദഖാത്തുകൾ നിഷ്കളങ്കമായ മനസ്സോടെ നൽകിക്കൊണ്ട് ഇബാദത്തുകളിൽ ഏർപ്പെടാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം. ഫഅബ്ദുല്ലാഹ് വകും മിനശ് ശാകിരീൻ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുകയും ആ അല്ലാഹുവിന് അർഹിതമായ നന്ദി പ്രകടിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അകപ്പെടുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് അല്ലാഹുവിനോടുള്ള നന്ദി ഓരോ മനുഷ്യനും പ്രകടിപ്പിക്കേണ്ടത്. എന്നാൽ ആ ആരാധനാ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പല സന്ദർഭങ്ങളിലും മനുഷ്യരായ നാം ഓരോരുത്തരും വിസ്മരിച്ച് പിന്തിച്ചു വെക്കാറുള്ള ഒരു ആരാധനാ കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാം മുതൽ മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള ലോകത്ത് കടന്നു വന്നിട്ടുള്ള മുഴുവൻ അമ്പിയാക്കളോടും അള്ളാഹുവിൻ്റെ കൽപ്പന പരിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, തീർച്ചയായും ധാരാളം നേട്ടങ്ങൾ താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. ആ നേട്ടങ്ങൾ ലഭിച്ചതിൻ്റെ പേരിൽ
താങ്കൾ ശുക്ർ ചെയ്യണം, നന്ദി പ്രകടിപ്പിക്കണം. എങ്ങനെയാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അള്ളാഹു പ്രവാചകന് നൽകിയ അനുഗ്രഹത്തിന് എങ്ങനെയാ പ്രവാചകനോട് നന്ദി കാണിക്കാൻ പറഞ്ഞത്? നിസ്കരിച്ചുകൊണ്ടും ബലികർമ്മം നിർവഹിച്ചുകൊണ്ടും. വിശ്വാസികളായ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കേണ്ടത്? നിസ്കരിച്ചുകൊണ്ടും ബലികർമ്മം നിർവഹിച്ചുകൊണ്ടും. ഓരോ നിസ്കാരത്തിന്റെ സമയത്തും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനകളിൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് ഖുൽ ഇന്നസ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ബലികർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകൈക രക്ഷിതാവായ അള്ളാഹുവിൽ സമർപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിനുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്. അവിടെയും അള്ളാഹു ഉപയോഗിച്ച പദം ബലികർമ്മമുണ്ട് എന്നാണ്. ആ ബലികർമ്മത്തിലൂടെ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക ലിയദ്കുറു ഇസ്മല്ലാഹ് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ഓരോ സമുദായത്തിനും നാം ഓരോ ആരാധനാ കർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ആരാധനാ കർമ്മം എന്ന് പറഞ്ഞത് ബലികർമ്മത്തെ കുറിച്ചാണ്. അവർക്ക് ഉപജീവനത്തിനായി അള്ളാഹു നൽകിയിട്ടുള്ള കന്നുകാലി മൃഗങ്ങളെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവർ അറുക്കേണ്ടതിന് വേണ്ടിയത്രേ അത് എന്നാണ്. ബലികർമ്മം നടത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഒരു പിതാവിൻ്റെയും ഒരു മകൻ്റെയും ത്യാഗനിർഭരമായ ജീവിത സന്ദേശമാണ് ഉൽഹിയ്യത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനക്കും അള്ളാഹുവിൻ്റെ പ്രീതിക്കും വേണ്ടി മനുഷ്യൻ തനിക്ക് ഏറ്റവും വിലപ്പെട്ടതിനെ ത്യാഗം ചെയ്യുക. അതാണ് ഉൽഹിയ്യത്തിലൂടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രകടമാക്കിയത്. ആ ഇബ്രാഹിമി മില്ലത്തിനെയാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത് വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുകയാണെങ്കിൽ, നാം അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ ആസാറാണ് ബലികർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തീർച്ചയായും അത് അവന്റെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്ന തഖ്വയുടെ പ്രതിഫലനമാണ് എന്നാണ്. എന്നാൽ നമ്മുടെ നാടുകളിൽ അള്ളാഹുവിനോടുള്ള ആരാധനാപരമായ വിഷയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും പിന്നിലേക്ക് മാറി നിൽക്കുന്ന വല്ലാത്ത ഖേദകരമായ അവസ്ഥകൾ പലപ്പോഴും നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉൽഹിയ്യത്ത് നിർവഹിക്കാൻ കഴിവുണ്ടാവുകയും സാമ്പത്തികമായ ശേഷി അള്ളാഹു അനുഗ്രഹമായി നൽകുകയും ചെയ്തിട്ടും ആ കർമ്മത്തിൽ നിന്നും ആരാണോ മാറി നിൽക്കുന്നത് അവരെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ കാന ലഹു സഅതുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. പെരുന്നാൾ ദിവസത്തിൽ പുതുവസ്ത്രങ്ങൾ ഇല്ലാത്ത ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒന്നില്ലെങ്കിൽ പഴയ വസ്ത്രങ്ങൾ അലക്കി വൃത്തിയാക്കി ഇടുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കടം വാങ്ങിയിട്ട് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മുസല്ലയിലേക്ക് വരാതിരിക്കരുത് എന്ന. ഹൈലുള്ള സഹോദരിമാരോട്, ആർത്തവകാരികളായ സഹോദരിമാരോട് പോലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ഈദ്ഗാഹിലേക്ക് വരണം, മുസല്ലയിലേക്ക് വരണം. നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുകയും ശേഷമുള്ള ഖുതുബകൾ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്കിൽ ബലികർമ്മം നിർവഹിക്കാൻ ഉൽഹിയ്യത്തിന് കഴിവ് നൽകപ്പെടുകയും എന്നിട്ട് അതിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അവർ എൻ്റെ മുസല്ലയിലേക്ക് അടുത്തു പോകരുത് എന്നാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും പല ആളുകളും പറയുന്ന പരിഭവം എന്താ അറിയോ? ഉൽഹിയ്യത്ത് നിർവഹിക്കാൻ സാമ്പത്തികമായി ഒന്നുമില്ല എന്നാണ് പല ആളുകളും പറയുന്നത്.
സഹോദരങ്ങളെ, തിര അടങ്ങിയിട്ട് തോണി ഇറക്കിയിട്ട് പോകാൻ നമുക്ക് കഴിയില്ല. സമുദ്രത്തിൽ തിരയൊക്കെ അടങ്ങട്ടെ എന്നിട്ട് കപ്പലിറക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച ശേഷം ഇസ്ലാമിൻ്റെ ഒരു ആധാറിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരാം, നിർവഹിക്കാം എന്ന് വിശ്വാസികൾക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതിനിടയിൽ അടുത്ത വർഷത്തെ ഉളുഹിയത്തിന് എനിക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലേ? ആയുസ് ഉണ്ടാവുമോ? ആരോഗ്യം ഉണ്ടാവുമോ? സഹോദരങ്ങളെ, നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷെ ആ കർമ്മത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം നമുക്കുണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങൾ, ഒരു ദിവസം നമ്മൾ എത്ര ചായയും കടിയും കുടിക്കുന്നുണ്ട് ജീവിതത്തിൽ? ഹറാമായിട്ടുള്ള ഇസ്ലാം വിലക്കിയിട്ടുള്ള ബീഡിയും സിഗരറ്റ് വലിക്കുന്നുണ്ട് സഹോദരങ്ങളെ. ബീഡി സിഗരറ്റ് ഒരാൾ ഒരു ദിവസം 60 റുപ്യക്ക് വലിക്കാമെന്ന് കൂട്ടിക്കൊള്ളുങ്ങൾ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു വിഷയമാണ്. ഇന്നൊരാൾ ചെയ്യാണ് 60 റുപ്യക്കാണ് ചെയ്യണമെങ്കിൽ ഒരു മാസം 60 × 30 1800 റുപ്യാണ് ചിലവ്. 1800 × 12 21,600 റുപ്യാണ് സഹോദരങ്ങളെ. 2 ഷെയറിനുള്ള പൈസ ഇത് കിട്ടില്ല സഹോദരങ്ങളെ. അതെല്ലാം ഒഴിവാക്കിയാൽ ഒരു ദിവസം നമ്മൾ ചായക്കും കടിക്കും രാവിലെ വൈകുന്നേരം 48 റുപ്യ ചിലവാക്കാൻ കൂട്ടിക്കോളും. 48 × 30 എത്രയാണ്? 1440 റുപ്യായി. ഈ 1440 × 12 എത്രയാ സഹോദരങ്ങളെ? 17,280 റുപ്യാണ്. 2 ഷെയറിലുള്ള പൈസയായി സഹോദരങ്ങളെ. എന്തുകൊണ്ടാണ് നമുക്കത് മാറ്റിവെച്ചുകൊണ്ട് അതിനുവേണ്ടി ഈ ഒരു തുക മാറ്റിവെക്കാൻ കഴിയാത്തത്? നമ്മുടെയൊക്കെ നാട്ടിൽ എത്ര കുറികളുണ്ട് സഹോദരങ്ങൾ, എത്ര കുറികൾ നടക്കുന്നുണ്ട്. നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് അടുത്ത വർഷത്തെ ഉളുഹിയത്തിന് വേണ്ടി അതിന് മൂപ്പില്ല, അതിന് ലാഭമല്ല, ഒന്നുമില്ല. അത് പള്ളിക്ക് വേണ്ടി ഉപയോഗിക്കാനല്ല, മറിച്ച് ഉളുഹിയത്തിന് വേണ്ടി നിയ്യത്ത് വെച്ചിട്ട് ഒരു കുറി വെക്കുക, അത് അതിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക. ദിവസത്തിൽ ഇത്ര സംഖ്യ നിശ്ചയിക്കുക, എന്നിട്ട് ആ സംഖ്യ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമാകുമ്പോഴേക്കും ആ ഉളുഹിയത്ത് വളരെ ഭംഗിയായി ഒരു പ്രയാസമില്ലാതെ നടത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അള്ളാന്റെ ദീനുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വതക്കത്തിൽ ജാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളെ സമീപിച്ചാൽ അവരുടെ കയ്യിൽ പൈസ അല്ല. ഇപ്പം ഈ അടുത്ത ദിവസം നമ്മുടെ ഒരു ദീനിയായ ഒരു വിഷയത്തിന് ഒരാളുടെ അടുത്ത് പോയി പിരിവ് ചോദിച്ചു. അപ്പോൾ ആ വീട്ടിൽ നല്ല വില കൂടിയ ഒരു AC ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദീനിയായൊരു വിഷയത്തിന് വേണ്ടി ചെറിയൊരു സഹായം ചെയ്യണമെന്ന് പറയുമ്പോൾ ദുബായിൽ ബോംബ്, ഇറാൻ്റെ ആക്രമണം, മിസൈല്, റഡാറ്, എന്തൊക്കെ പരിഭവങ്ങളും പരാതികളാണ്. 50,000-ൻ്റെ AC വെക്കാൻ പരിഭവമല്ല, പരാതിയില്ല, സങ്കടമല്ല. ആലോചിച്ചൊക്കെ സഹോദരങ്ങളെ, 38 ലക്ഷം റുപ്യ എടുത്തിട്ട് ഒരു ടീച്ചേഴ്സിൻ്റെ ഒഴിവ് ഉണ്ടെങ്കിൽ ആ പൈസ കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന ആളുടെ അടുത്ത് ദീനിയായൊരു കാര്യത്തിന് വേണ്ടി സംഭാവന ചെയ്യണമെന്ന് പറയുമ്പോൾ പൈസ ഇല്ല. അതുപോലെയാണ് സഹോദരങ്ങളെ ഉളുഹിയത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ആസാറിനെ നിങ്ങൾ പ്രകടമാക്കണമെന്ന് പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾ പൈസ മാറ്റിവെക്കണം, ഒരു ഷെയറെങ്കിൽ ജീവിതത്തിൽ നിർവഹിക്കണമെന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ നമുക്ക് പൈസ ഇല്ല. എങ്ങനെയാ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അമലുകളെ ക്രമപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുക? അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള നിഅമത്തുകൾക്ക് എങ്ങനെയാണ് തിരിച്ച് നന്ദി പ്രകടിപ്പിക്കാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള ഉളുഹിയത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ തയ്യാറെടുപ്പ് നടത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബീ അക്രമൻ. എന്നാൽ മനുഷ്യനെ അവന്റെ രക്ഷിതാവ് പരീക്ഷിക്കുകയും ദുനിയാവിൽ അനുഗ്രഹങ്ങൾ ധാരാളമായി വാരിക്കോരി കൊടുക്കുക, അങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് പരീക്ഷിക്കുകയും അങ്ങനെ അവനെ അള്ളാഹു ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ ആ മനുഷ്യൻ പറയും, എൻ്റെ രക്ഷിതാവ് റബ്ബി അക്രമൻ, എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു, എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നവൻ പറയും. അതേ മനുഷ്യനെ തന്നെ മറ്റൊരു രൂപത്തിൽ അള്ളാഹു പരീക്ഷിക്കുന്നു. എന്നാൽ അതേ മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി അവന്റെ സമ്പത്ത് എടുത്തു കളഞ്ഞു, അവന്റെ മഈശത്ത് മുടക്കി, അവന്റെ ജോലി ഇല്ലാതെയാക്കി,
അവൻ്റെ കുടുംബത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ അള്ളാഹു അവനെ പരീക്ഷിച്ചാലോ, അവൻ്റെ മഈശത്ത് ഇടുങ്ങിയതാക്കിയാലോ അവൻ പറയും എൻ്റെ റബ്ബ് എന്നെ അപമാനിച്ചു എന്ന് പറയുന്ന. അള്ളാഹു നോക്കുന്നത് പുറമെയുള്ള നമ്മുടെ വീടിൻ്റെ വലുപ്പത്തിലും നമ്മളടിച്ച പെയിൻറ്റിൻ്റെ പളപളപ്പുള്ള അവസ്ഥയിലേക്കും റൂമിൻ്റെ എണ്ണത്തിലേക്കും കാറിൻ്റെ വിലയിലേക്കും അല്ല നോക്കുന്നത്. അള്ളാഹു നോക്കുന്നത് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വഅംവാലിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമ്പത്തിലേക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും നിങ്ങളുടെ വീടിൻ്റെ വലുപ്പത്തിലേക്കും നിങ്ങളുടെ കാറിൻ്റെ AC-യിലേക്കും അല്ല നോക്കുന്നത്. വലാകിൻ ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിന്റെ വെളിച്ചത്തിലേക്കും ആ ഹൃദയത്തിന്റെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന അമലുകളിലേക്ക് മാത്രമാണ് നോക്കുന്നത്. ആ അമലുകളിൽ ഉൽഹിയത്തുണ്ടോ? ആ ഹൃദയത്തിന്റെ വെളിച്ചത്തിൽ നിന്നുണ്ടാകുന്ന നിയ്യത്തുകളിൽ ഉൽഹിയത്ത് ചെയ്യണമെന്ന നിയ്യത്തുണ്ടോ? എങ്കിൽ ആ നിയ്യത്തിലേക്ക് അള്ളാഹു നോക്കും, അള്ളാഹു പരിഗണിക്കുമെന്നാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ സഹോദരങ്ങളെ മഹാനായ ഇബ്നു സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഉൽഹിയത്ത് കർമ്മം നിർബന്ധമാണോ? അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് അദ്ദേഹം നൽകിയ മറുപടി, പ്രവാചകനും ആ പ്രവാചകന് ശേഷമുള്ള മുസ്ലിം ഉമ്മത്തും ഉൽഹിയത്ത് നിർവഹിച്ചിട്ടുണ്ട്. അതാണ് പ്രവാചകന്റെ ചര്യ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആരാ പ്രവാചകൻ? ആ പ്രവാചകൻ മരണപ്പെടുമ്പോൾ ആ പ്രവാചകന്റെ പടയങ്കി ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തിലാണ് ജീവിച്ചത്. സാമ്പത്തികമായ അങ്ങേയറ്റത്തെ ഞെരുക്കത്തിലാണ് പ്രവാചകൻ ജീവിച്ചത്. ഒരു മാസത്തിനിടക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല കട്ടിയുള്ള മാധുര്യമുള്ള പതുപതുത്ത ലോലമായ ഒരു റൊട്ടി പോലും തിന്നിട്ടില്ല, നല്ല മാധുര്യമുള്ള കാരക്ക തിന്നിട്ടില്ല. അങ്ങനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മദീനത്തി 10 സിനീന യുളഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ താമസിച്ച 10 വർഷവും ഉൽഹിയത്ത് നടത്തിയിട്ടുണ്ട്. ആര്? പരമദരിദ്രനായ പ്രവാചകൻ 10 കൊല്ലവും ഉൽഹിയത്ത് നടത്തിയിട്ടുണ്ട്. എന്ത് പരിഭവ പറയാൻ കഴിയാ, എന്ത് പ്രതിസന്ധിയാ പറയാൻ കഴിയാ? ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും ലൻ യനാലല്ലാഹു ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ അറുക്കുന്ന ഉൽഹിയത്തിന്റെ മാംസമോ അതിന്റെ രക്തമോ അല്ലാഹുവിങ്കൽ എത്തുന്നേ ഇല്ല. എന്നാൽ അല്ലാഹു പരിഗണിക്കുന്നത് അത്തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ്, നിങ്ങളിൽ നിന്നുമുള്ള സൂക്ഷ്മതയാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഉൽഹിയത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറെടുപ്പുകൾ നടത്തണം. അതുകൊണ്ടാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പെരുന്നാളിന്റെ ദിവസത്തിൽ ആദമിന്റെ മകൻ നിർവഹിക്കുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഉൽഹിയത്താണെന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ബലിമൃഗത്തിന്റെ രക്തം ഭൂമിയിൽ ഇറ്റി വീഴുന്നതിന് മുമ്പ് റബ്ബിങ്കലേക്ക് മഹത്തായ ഒരു സ്ഥാനത്ത് അതിന് സ്വീകരിക്കപ്പെടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഫതീബൂ ബിഹാ നഫ്സ, അതുകൊണ്ട് നിങ്ങൾ മനസാന്നിധ്യത്തോടെ തൃപ്തിയോടെ സന്തോഷത്തോടെ നിങ്ങൾ ഉൽഹിയത്ത് നിർവഹിക്കുക എന്നാണ് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനാ സഹോദരങ്ങൾ ഉൽഹിയത്ത്? എന്താ അതിൻ്റെ കാതല്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും ആ ചരിത്ര മുഹൂർത്തം അറിയാത്തവരും കേൾക്കാത്തവരുമായി ആരാ സഹോദരങ്ങൾ ഉള്ളത്? നമ്മൾ എപ്പോഴാണ് ഉൽഹിയത്തിൽ മൃഗത്തെ വാങ്ങുക? എപ്പോഴാണ് വാങ്ങുക? പെരുന്നാളിൻ്റെ തൊട്ട് തലേ ദിവസങ്ങളിൽ പോയിട്ട് അല്ലേ? ആ ഉരുവിനെ വാങ്ങിയിട്ട് ബലി അറുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടാവുമോ? എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമോ സഹോദരങ്ങൾ? ഇല്ല. എപ്പോൾ വാങ്ങണം? കുറേ മുൻകൂട്ടി വാങ്ങണം. എന്നിട്ട് അതിനു വേണ്ട വെള്ളം നമ്മുടെ കൈകൊണ്ട് കൊടുക്കണം. അതിനു വേണ്ട പുല്ല് പറമ്പിൽ പോയിട്ട് നമ്മൾ കൊണ്ടുവരണം. എന്നിട്ട് ആ പുല്ല് അതിൻ്റെ വായിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ തലോടിയും സ്നേഹിച്ചും വാത്സല്യം കാണിച്ചും അതിനെ പോറ്റി വളർത്തി ആ മൃഗത്തെ കൊണ്ടുപോയി അറുക്കുമ്പോൾ ഉൽഹിയത്തിന് നിർത്തുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ പടക്കും. എന്താ അറിയോ? അതിനോടുള്ള സ്നേഹം. ഏതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നുമോനെ 13 വയസ്സുള്ള ഇസ്മായിൽ അലൈഹിസ്സലാമയെ
കല്ലിലേക്ക് ഇങ്ങനെ ചെരിച്ച് കിടത്തിയിട്ട് ആ മോൻ്റെ മുന്നിൽ വെച്ചിട്ട് കത്തിക്ക് ഇങ്ങനെ മൂർച്ച പൊട്ടുമ്പോൾ ആ മോൻ എഴുന്നേറ്റ് ഓടാതിരുന്ന എന്താ? അള്ളാൻ്റെ കൽപ്പനയാണ്. ആ ഒരു ചിന്ത വേണ്ടത് എപ്പോഴാണ്? തലേ ദിവസം പോയി വാങ്ങിക്കൊടുന്നിട്ട് അറുക്കുമ്പോഴല്ല, കുറേ മുമ്പ് തന്നെ അതിന് വേണ്ട ഒരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തണമെന്ന അല്ലേ? സ്വപ്നം കണ്ടിട്ടുണ്ട് മോനെ, അള്ളാൻ്റെ കൽപ്പനയാണ് അറുക്കണമെന്ന്, എന്താ നീ പറയണത് എന്ന് ചോദിക്കുമ്പോൾ ആ മോൻ പറയണത് സഹോദരങ്ങളെ, കാലയാ അബത്തി മാത്രം പറഞ്ഞു. ഉപ്പാനോട് എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അതങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്നെ കണ്ടെത്താൻ കഴിയുപ്പാ എന്ന് ആ 13 വയസ്സുകാരനായ ഇസ്മായിൽ നബി ഉപ്പാനോട് പറയാണ്. സഹോദരങ്ങൾ, ഇബ്രാഹിം നബിയോട് പറയാൻ. സഹോദരങ്ങളെ, ആ ഒരു സ്നേഹം നമ്മൾ അറുക്കുന്ന ഉൽഹിയത്തിൻ്റെ മൃഗത്തിൽ ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ ആ മൃഗത്തെ തിരഞ്ഞെടുക്കാനും വൈകല്യങ്ങളില്ലാത്ത ന്യൂനതകളില്ലാത്ത മൃഗങ്ങളെ തിരഞ്ഞെടുക്കാനും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിക്കാനും ഒക്കെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. എന്തിനാണ്? അള്ളാഹുവിൻ്റെ ആധാറിനെ പ്രകടമാക്കാനാണ് ഉൽഹിയത്ത്, ആരെയും ബോധ്യപ്പെടുത്താനല്ല. ഞാൻ നാട്ടിലെ പ്രമാണിയല്ലേ, ഞാൻ അറുത്തിട്ടില്ലെങ്കിൽ ആളുകൾ എന്താ പറയുക? അതിന് വേണ്ടിയിട്ടില്ല. ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട്, എൻ്റെ അമൽ സ്വീകരിക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യൻ ഒരു അണുമണി തൂക്ക നന്മ ചെയ്താലും അത് അള്ളാഹുവിൻ്റെ കോടതിയിൽ മീസാനിൽ അയാൾക്ക് കണ്ടെത്താൻ കഴിയും. അതിനുവേണ്ടി അമലുകൾ ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ സാമ്പത്തികമായി വാപ്പയും മക്കളൊക്കെ നല്ല നിലയിലുണ്ടാവും. അവരും ഓരോരുത്തരായി സെപ്പറേറ്റ് അറുക്കുന്നതാണ് ഏറ്റവും ഹൈറ്. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഹൈറ് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രതിഫലം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഉൽഹിയത്തിന് വേണ്ടി പരമാവധി സജ്ജനാവുക. അതിനു വേണ്ടിയിട്ടുള്ള ഷെയറിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ശേഷിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുക. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളൊരു കൂട്ടം നരകത്തിലേക്ക് മറ്റൊരു കൂട്ടം സ്വർഗത്തിലേക്ക് മാനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ആ രോഗം നീ പൂർണ്ണമായ രീതിയിൽ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും കടബാധ്യതകളും ഞെരുക്കങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഫ്വൽ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. اللهم انصر من نصر الدين واخذل من حد الاسلام والمسلمين. ربنا افرغ علينا صبرا وثبت اقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.